Good morning. Good morning. Good morning, Good ma'am. morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, Good morning, madam. ma'am. Good morning, ma'am. Good morning, ma'am. ഓക്കെ Ma'am. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ Good ക്ലാസ് morning, ma'am. ഹിസ്റ്ററി ആയിരുന്നു അല്ലെ പഠിച്ചത്? കുറച്ചും കൂടി ഉണ്ടായിരുന്നു അല്ലെ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസിന്റെ ലാസ്റ്റ് ഒരു കുറച്ചൊരു ഏരിയയും കൂടിയും ഫിനിഷ് ആവാനുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു യുനാനിയുടെ ഒരു ചെറിയൊരു നോട്ട് തരാം, പിന്നെ അതുപോലെ ആയുർവേദ അല്ലെ, ഇത് രണ്ടിന്റെ ചെറിയ നോട്ട് തരാമെന്നും പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ആ നോട്ട് ഉള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഓക്കെ. അക്ബർ പീരീഡ് യുനാനി മെഡിസിൻ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്? എവല്യൂഷൻ അതെ അതെ. അക്ബേഴ്സ് പീരീഡ് യുനാനി മെഡിസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നോട്ട്ബുക്ക് എടുക്കുക, ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക ആയുർവേദ. 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 റെഡി? ഓക്കെ, നിങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഒരു പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എഴുതിക്കോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആയുർവേദ. ഫസ്റ്റ് എഴുതിക്കോ. ഇറ്റ് ഈസ് എ natural it is a natural system of medicine. It is a natural system of medicine originated 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 in India, more than 3,000 years ago. More than 3,000 years ago. Okay, it is a natural system of medicine originated in India more than 3,000 years ago. Second point ആയിട്ട് എഴുതിക്കോ, ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്താലും മതി. According to Ayurveda, everything is composed of air, space, earth, space, air, fire. Everything is composed. Air, first one earth, space, space, air. Everything is composed. ബാക്കി എന്താ? Composed of earth. നമ്മള് പഞ്ചഭൂതാസ് പറഞ്ഞില്ലേ, അതാണ് പറയുന്നത്. എയർ, സ്പേസ്, എയർ, വായു, AIR, എയർ. അപ്പൊ എയർ രണ്ടു പ്രാവശ്യം വരുന്നുണ്ടോ മാഡം? ഇല്ല, എയർ കഴിഞ്ഞ ഫസ്റ്റ് കമ്പോസ്ഡ് ഓഫ് എയർ കഴിഞ്ഞിട്ട് ഫയർ. അറിയാലോ പഞ്ചഭൂതാസ് ഏതൊക്കെയാന്ന്? എർത്ത്, എയർ. മാം കമ്പോസ്റ്റ് ഓഫ് എർത്ത്, സ്പേസ്, സ്പേസ്, എയർ. നെക്സ്റ്റ് ഫയർ, FIRE, ഫയർ ആൻഡ് വാട്ടർ. പഞ്ചഭൂതാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഭൂമി, വായു, ജലം, ആകാശം. ഓക്കെ, അതാണ് വരുന്നത്. മാം ആൻഡ് ഫയർ ആൻഡ് വാട്ടർ. അറിയാലോ നിങ്ങൾക്ക് പഞ്ചഭൂതങ്ങള്. കമ്പോസ്റ്റ് ഓഫ് എർത്ത്, സ്പേസ്, എയർ, ഫയർ ആൻഡ് വാട്ടർ. ഫുൾ സ്റ്റോപ്പ്. It is called Panchabudas. PANCHAM
PanchaBHOOTHAS, Panchakudas. It is called Panchakudas. Next point is they exist, EXIST, they exist in human body in combined form form like combined form like Vata, VATHA, Vata, Pitta, PITHA, Pitta, Combined Kapha. Form like Vata, VATHA, Vata, Pitta, PITHA, Kapha, KABHA. Combined form like ഏതൊക്കെയായിരുന്നു? വാത, പിത്ത, കഫ. വാത, പിത്ത, കഫ. ഓക്കെ, ഒന്നുകൂടി പറയോ? ഓക്കെ. നെക്സ്റ്റ് ഫസ്റ്റ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതിയത് they exist in human body in combined form like വാത, പിത്ത, കഫ. പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യന്റെ ശരീരത്തില് നമ്മള് ആയുർവേദം അനുസരിച്ച് 3 ദോഷങ്ങളാണുള്ളത് എന്ന് പറഞ്ഞില്ലേ? വാത, പിത്ത, കഫ. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം they are in harmony with each other. They are in harmony with each other. They are in harmony with each other. But അതെല്ലാം ഓരോ ഇതിലായിട്ടായിരിക്കും നമ്മള്. They are in harmony with each other, but in human body one of them is അതിൽ ഏതെങ്കിലും ഒരെണ്ണം. One of them ഒന്നുകൂടെ പറയോ? They are in harmony with each other. they are in harmony with each other. അതെല്ലാം ഒരേ അളവില് രൂപത്തിലൊക്കെ ആയിരിക്കും. But in human body one of them is dominating. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ one of them is dominating and is called as disease. One of them is dominating and is called as disease. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ nominating. One of them is dominating and is called as disease. Next point എഴുതാം. Ayurvedic medicines. ഒന്നുകൂടി പറയാവോ മാം? It is നമ്മള് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി വായിക്കാൻ നോക്കിയേ. They are in harmony with each other, but in human body one of them is dominating and is called as disease. Okay, next last point എഴുതാം. Ayurvedic medicines are generally safe, 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 and no side effects. Ayurvedic medicines are generally safe and no side effects. Okay. Next എഴുതാം. Unani.
യുനാനി മെഡിസിൻ. യുനാനിനെ കുറിച്ചും ഒരു ചെറിയ നോട്ട് പോലെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ നിങ്ങള്. ഓക്കെ, യുനാനി മെഡിസിൻ. ഫസ്റ്റ് പോയിന്റ് ഏതാ? നമ്മളെ യുനാനി പറയുമ്പോ തന്നെ ഓർക്കണം, ഫാദർ ഓഫ് യുനാനി. ഹു ഈസ് ദ ഫാദർ ഓഫ് യുനാനി? ഇതിലാണ് യുനാനി വന്നത്. ഫാദർ ആരാണ് യുനാനിയുടെ? ഓക്കെ, വെരി ഗുഡ്, ഹിപ്പോക്രാറ്റസ് അല്ലെ? ദ ഫാദർ ഓഫ് യുനാനി മെഡിസിൻ എഴുതിക്കോ. ഫസ്റ്റ് പോയിന്റ് അവിടെ തന്നെ എഴുതുക, യുനാനി മെഡിസിൻ എഴുതുക. ജസ്റ്റ് ബിലോ ആയിട്ട് എഴുതുക ഫാദർ ഓഫ് യുനാനി മെഡിസിൻ. ഫാദർ ഓഫ് യുനാനി മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. HIPPOCRATES ഹിപ്പോക്രാറ്റസ്. ഫാദർ ഓഫ് യുനാനി മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം ഫാദർ ഓഫ് യുനാനി മെഡിസിൻ. ഫാദർ ഓഫ് യുനാനി മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. ഓക്കെ, നെക്സ്റ്റ് താഴെ എഴുതാം. നെക്സ്റ്റ് പോയിന്റ്, സിസ്റ്റം സെറ്റ് ദാറ്റ്. ഈ യുനാനി സിസ്റ്റം, ഈ യുനാനി മെഡിസിൻ, ആ ഒരു സമ്പ്രദായം എന്താ പറയണേന്നാ പറയുന്നത്. സിസ്റ്റം സെറ്റ് ദാറ്റ്. നമ്മള് പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതണമെന്നുള്ളൂ കേട്ടോ. സിസ്റ്റം സെറ്റ് ദാറ്റ് ഫോർ കമ്പോണൻസ് are seen in human body. 4 components are seen in human body. ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ പറഞ്ഞ ഈ സിസ്റ്റം, ഈ യുനാനി സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ 4 കമ്പോണൻസ് ആണുള്ളതെന്നാ പറഞ്ഞത്. ഏതൊക്കെയാന്ന് ഓർക്കണ്ടോ? 4 കമ്പോണൻസ് ഏതൊക്കെയാ? ബ്ലഡ് എഴുതാം. ബ്ലഡ്. System said that 4 components are seen in human body. Blood, comma, phlegm. മാം ഒന്നുകൂടെ പറയോ? 4 components are seen in human body. നമ്മുടെ മനുഷ്യ ശരീരത്തില് യുനാനി സിദ്ധാന്തം അനുസരിച്ച് 4 കമ്പോണൻസ്, 4 ദ്രവങ്ങളാ ഉള്ളതെന്നാണ് പറഞ്ഞത്. അത് ഏതൊക്കെയാന്ന് എഴുതുന്നത്? ബ്ലഡ്, കോമേഴ, ഫ്ലം, PHELGM, ഫലം എന്ന് പറയും, കഫം. PHELGM, കോമ എഴുതാ. ബ്ലഡ് എഴുതാ. ഫസ്റ്റ് ബ്ലഡ്, കോമ, ഫ്ലം. PHELGM, ഫലം. PHELGM, കഫം. മലയാളത്തില് കഫം എന്നാ പറയുന്നത്, കഫം. നെക്സ്റ്റ് ബൈല്, BILE, ബൈൽ, പിത്തം. ബൈൽ, കോമ, ബ്ലാക്ക് ബൈൽ. ഇങ്ങനെ 4 കമ്പോണൻസ് ഉണ്ടെന്നാണ് യുനാനി സിദ്ധാന്തം പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. ബ്ലാക്ക് ബൈൽ, കറുത്ത പിത്തം, ബ്ലാക്ക് ബൈൽ. ഞാൻ പറയാം. The system said that 4 components are seen in human body: blood, phlegm, bile, black bile. Okay. Next point. The fluctuation FLUCTUATIONS fluctuations in its quantity. ഈ ഇതിന്റെ അളവിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ in its quantity and nature may cause disease. മാം ഒന്നുകൂടെ പറയോ? The fluctuations in its quantity and nature. അതിന്റെ ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ നേച്ചറിലോ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ and nature may cause disease. അതാണ് ഡിസീസ് എന്നാ പറയുന്നത്. ഒന്നുകൂടെ പറയോ? The fluctuations in its quantity, അതിന്റെ ക്വാണ്ടിറ്റിയില്, in its quantity and nature may cause disease.
മാം ഇത് യുനാനി മെഡിസിൻസിൽ ഡിസീസസ് വരാനുള്ള കാരണങ്ങളാണ് അതാണോ പറയുന്നത്? ഓക്കെ, അതിന്റെ ഫ്ലക്ച്വേഷൻസ് ബ്ലഡിന്റെയോ ബൈല് ബ്ലാക്ക് ബൈലില് ആ ഒരു കോമ്പോസിഷൻ ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരുവാണെങ്കിൽ, ഇപ്പൊ നമ്മള് ബൈല് കൂടി, നമ്മുടെ ശരീരത്തിലെ ബൈല് പിത്തത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ഡിസീസ് എന്നാ പറയുന്നവര്. ഓക്കെ, അതിന്റെ ആ ഒരു നേച്ചറിലോ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരുവാണെങ്കിൽ അതാണ് ഡിസീസ് എന്നാ പറയുന്നത്. It is a branch of medical science. Next sentence ആയിട്ട് എഴുതുക. It is a branch of medical science that tries TRIES. That tries TRIES. Tries to find out. It is a branch of medical science. It is a branch of medical science. Branch of medical science that tries, that TRIES tries to find out how a person, how a person got affected with a disease, and also tries and മാം ഒന്നുകൂടി പറയാവോ? ഇവിടെ പവർ കട്ട് ആയപ്പോ എനിക്ക് ലൈൻ കട്ടായി, ഇപ്പൊ കണക്ട് ആയി, ഒന്ന് പറയാവോ പ്ലീസ്? it is a branch of medical science. It is a branch of medical science that tries, TRIES tries to find out how a person got affected, AFFECTED, affected with a disease, and also tries, TRIES also tries to balance the four things above mentioned. നമ്മൾ എന്താ പറഞ്ഞത് ഇതിനകത്ത്? യുനാനി ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ ഒന്ന് പറയാം. ലാസ്റ്റ് പറഞ്ഞത് it is a branch of medical science that tries to find out how a person got affected with a disease and also tries to balance the four things above mentioned. ഇനി കിട്ടാത്തവര് ക്ലാസ് കഴിയുമ്പോൾ ജസ്റ്റ് എഴുതിയവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇതാണ് പറഞ്ഞത്. ഈ യുനാനി ട്രീറ്റ്മെന്റ് അനുസരിച്ച് നമ്മൾ പറഞ്ഞു നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 4 കമ്പോണൻസ്, 4 ദ്രവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ബ്ലഡ്, ഫ്ലം, ബൈല്, ബ്ലാക്ക് ബൈല്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ നേച്ചറിലോ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുവാണെങ്കിൽ അതാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ രോഗം എങ്ങനെയാണ് ഉണ്ടായത്, ഏതിന്റെ ക്വാണ്ടിറ്റിയിലാണ് അല്ലെങ്കിൽ നേച്ചറിലാണ് വ്യത്യാസം വന്നതെന്ന് ആദ്യം മനസ്സിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ 4 സംഗതികളും, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 4 സംഗതികൾ ബാലൻസ് ആക്കാൻ വേണ്ടി അതിനുവേണ്ടി ട്രീറ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി ചികിത്സിക്കുന്ന ഒരു രീതിയാണ് ഈ യുനാനി ഒരു ചികിത്സ, യുനാനി ചികിത്സ എന്ന് പറയുന്നത്. ഇതിനും സാധാരണയായിട്ട് പച്ചമരുന്നുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഗുളികയായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പൊടിച്ചു കൊടുക്കാം, കഷായ രൂപത്തിലാക്കി ആക്കിയൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, അപ്പൊ യുനാനി മെഡിസിൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നോക്കി, ഇനി നമ്മൾ 17th സെഞ്ചുറിയിലേക്ക് വരികയാണ്. ഓക്കെ, 17th സെഞ്ചുറി. A modern system of medicine by arrival Christian missionaries in South India. സൗത്ത് ഇന്ത്യയില് ഇപ്പൊ ഞാൻ ഈ 2 നോട്ടും തന്നത് നിങ്ങൾക്ക് ആയുർവേദം എന്താണ് അല്ലെങ്കിൽ യുനാനി മെഡിസിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിപ്പോ എന്താ എക്സാമിന് ഇത് യുനാനി മെഡിസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനോ ഷോർട്ട് നോട്ട് എഴുതാനോ ഒന്നും ചോദിക്കില്ല. ജസ്റ്റ് നിങ്ങൾക്ക് യുനാനി എന്നൊരു വേർഡ് മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ നോട്ട് തന്നു എന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, 17th സെഞ്ചുറി ആണ്.
17th സെഞ്ചുറി, 17ാം സെഞ്ചുറിയില് 17 സെഞ്ചുറിയിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വന്നേക്കുന്നത് എന്നുള്ള പറഞ്ഞേക്കുന്നത്. അതും കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നോക്കിയേ, മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയില് ഈ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി ഒരു മെഡിസിനില് ഒരു ആധുനിക സമ്പ്രദായം നിലവിൽ വന്നു. മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഒരു ആധുനിക സമ്പ്രദായം നിലവിൽ വന്നു. ആർക്കടെ വരവോടുകൂടിയാ? ക്രിസ്ത്യൻ മിഷണറീസ്. ഇവിടെ സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി ഒരു മെഡിസിനില് ഒരു ആധുനിക സമ്പ്രദായം നിലവിൽ വന്നു. അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 ഇൻ ചെന്നൈ. അപ്പൊ അവിടെ ചോദിക്കാലോ, ദ ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ 1664. ഏതാ, എവിടെയാണ് 1664 ഫസ്റ്റ് ഹോസ്പിറ്റൽ? ചെന്നൈ. ഫോർ ഇറ്റ്സ് സോൾജിയേഴ്സ്. അത് ആർക്ക് വേണ്ടിയിട്ടാ? സോൾജിയേഴ്സിന് വേണ്ടിയിട്ട്, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1664 ചെന്നൈയിലാണ്. ഫോർ ഇറ്റ്സ് സോൾജിയേഴ്സിന് വേണ്ടിയിട്ട്. ആൻഡ് ഇൻ 1668, അതുകൂടാതെ 1668 ഫോർ സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് 1668 ചെന്നൈയില് ഹോസ്പിറ്റല് എസ്റ്റാബ്ലിഷ് ചെയ്തു, സ്ഥാപിച്ചു. അത് 2 പോയിന്റ് അതിനകത്ത് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ ചെന്നൈ 1664 ഇൻ ചെന്നൈ ഫോർ ഇറ്റ് സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് ചെന്നൈയില് 1664 ഒരു ഹോസ്പിറ്റൽ, ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. അതിനോടൊപ്പം തന്നെ 1668 സിവിലിയൻസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു ചെന്നൈയിൽ തന്നെ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th ആൻഡ് ഏർലി 19th സെഞ്ചുറി. അതിന് സമാനമായിട്ടുള്ള ഈ ഗ്രോത്ത്, വളർച്ച ഇതാ 18-19 സെഞ്ചുറിയിൽ വന്നു. ഓക്കെ, 18-19 സെഞ്ചുറിയിൽ അതിന് സുസ്ഥിരമായിട്ടുള്ള ഒരു വളർച്ച വന്നു. ഇനി ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഇൻ 1835. ഇവിടെ കുറച്ച് ഡേറ്റുകളൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ, ഡേറ്റ് അല്ല ഇയേഴ്സാ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിച്ചത് 1835 മുംബൈയില് 1845. അത് കഴിഞ്ഞ് 10 വർഷം കൂടി കഴിഞ്ഞപ്പോ 1845 മുംബൈയില് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നത്. ആൻഡ് ചെന്നൈ ഇൻ 1850 1850 ചെന്നൈയില് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നത്. അപ്പൊ 3 കൂടി ഒരുമിച്ച് തന്നേക്കുന്നത്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ടയില് 1835, മുംബൈയില് 1845, ചെന്നൈയില് 1855 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇൻ 1885 1250 hospital and dispensaries only reaching 10% of population. ഇവിടെ നോക്കിയേ, ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയാൽ ഇൻ 1885 1885 എത്ര ഹോസ്പിറ്റൽ? 1215 ഹോസ്പിറ്റൽസ്. അത്ര 1250 ഹോസ്പിറ്റലുകളും അതിനോടൊപ്പം തന്നെ ഡിസ്പെൻസറീസുകളും പോപ്പുലേഷന്റെ 10% എത്തുന്ന രീതിയിൽ വന്നു. ഓക്കെ, പോപ്പുലേഷന്റെ 10%, ജനസംഖ്യയുടെ 10% എത്തുന്ന രീതിയിൽ 1250 ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും 1885 നിലവിൽ വന്നു. ഇവിടെ കുറച്ച് ഇയേഴ്സ് ആണ്, അതെവിടെയാണ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ. മാം ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടെ പറയൂ. അറിയാലോ, ഇൻ 1885 1885 1250 ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും എങ്ങനെയാ? ഓൺലി റീച്ചിങ് 10% ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ 10% എത്തുന്ന രീതിയിൽ, ജനസംഖ്യയുടെ 10% എത്തുന്ന രീതിയിൽ 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും 1885 നിലവിൽ വന്നു. ഇത്രയാണ് ഈ 17th സെഞ്ചുറിയിലെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ എഴുതാം കേട്ടോ. ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. അപ്പൊ അതിനകത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്താം. ഇനി നോക്കിയേ, ലാസ്റ്റ് വരുന്നത് എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ.
ഹോസ്പിറ്റലിന്റെ എമർജൻസി ആ പറഞ്ഞേക്കുന്നത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയില്, സ്വതന്ത്ര ഇന്ത്യയില് ആശുപത്രിയുടെ ആവിർഭാവം, എമർജൻസി. ഓക്കെ, ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ, ഇത് ജസ്റ്റ് ആ റേഷ്യോസ് മാത്രം നോക്കാം. ഇത് എക്സാമിന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ, റേഷ്യോസ് ഒന്നും. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:4,000 ആണ്. കണ്ടോ, ബെഡ് ഒരു ബെഡ് പോപ്പുലേഷൻ നോക്കിയാൽ എത്രയാ? 4,000 പോപ്പുലേഷന് ഒരു ബെഡ്. അതാണ് ആ ഒരു റേഷ്യോസ് പറഞ്ഞേക്കുന്നത്. ബെഡ് 1, പോപ്പുലേഷൻ 4,000 ആണ് കേട്ടോ. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:4,000. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ നോക്കിയേ 1:6,300. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ 1:6,300. നഴ്സ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:40,000. കണ്ടോ, നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എങ്ങനെയാ? 1. ഒരു നേഴ്സ് പോപ്പുലേഷൻ എത്രയാ? 40,000 ആളുകൾക്ക് ഒരു നേഴ്സ് എന്നുള്ള നിലയിലാണ് ആ റേഷ്യോ വന്നേക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഡിസ്പാരിറ്റി ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയ. അർബൻ ഏരിയ ഏതാ? അർബൻ എന്ന് പറഞ്ഞാൽ എവിടെയാ? അർബൻ റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പൊ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ആ ഡിസ്പാരിറ്റീസ്, വ്യത്യാസം ഉണ്ടായി ഫെസിലിറ്റിയില്. അതങ്ങനെ തന്നെയല്ലേ? ഗ്രാമപ്രദേശത്തിലുള്ള ഹോസ്പിറ്റൽസും നഗരങ്ങളിലുള്ള അർബൻ ഏരിയയിലെ ഹോസ്പിറ്റലും തമ്മിലുള്ള ആ ഒരു ഫെസിലിറ്റീസിന്റെ വ്യത്യാസമല്ലേ? അല്ലെ? നമ്മുടെ ഗ്രാമപ്രദേശത്താകുമ്പോൾ അത്ര ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ നേരെ അർബൻ ഏരിയയിലാണെങ്കിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും അവിടെ. അപ്പൊ അങ്ങനെ ആ ഒരു ഫെസിലിറ്റീസില് അർബൻ റൂറൽ ഏരിയയില് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അറ്റ് ഇൻഡിപെൻഡൻസ്, ഇനി ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്ക് നോക്കിയേ 11,000 ഹോസ്പിറ്റൽ ബെഡ് ആൻഡ് 7,400 ഹോസ്പിറ്റൽസും വന്നു. അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്കും സമയത്ത് എത്ര ഹോസ്പിറ്റൽ ബെഡുകൾ എത്രയാ? 11,000 ഹോസ്പിറ്റൽ ബെഡുകളും 7,400 ഹോസ്പിറ്റൽസും നിലവിൽ വന്നു. സിൻസ് പാസ്റ്റ് 15 years, ഇപ്പൊ 50 വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് കൺസെപ്റ്റ് ഓഫ് ടുഡേയ്സ് ഹോസ്പിറ്റൽ, ഇന്നത്തെ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു, ഒരു ആശയത്തിലേക്ക് വന്നു. ഇത്രയാണ് ആ ഹിസ്റ്ററിയില്, ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തന്നേക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിന്റെ മോക്ക് ടെസ്റ്റുകൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇടും, നാളത്തേക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരു ചാപ്റ്റർ കഴിയുമ്പോഴാണ് നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞ് ഇപ്പോ നാളത്തേക്ക് നിങ്ങൾക്ക് വരും. അതിന്റെ കൂടാതെ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ ക്ലാസ്സിൽ തരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ആ ബുക്കിൽ തന്നെ എഴുതുക. ഓക്കെ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് വേഗം ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. വേഗം എഴുതിക്കോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോഴോ ഒട്ടും എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരസ്പരം നോട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കയറുന്നതിന് മുന്നായിട്ടോ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പതുക്കെ പറയുന്നത് എല്ലാവർക്കും എഴുതാൻ പാകത്തിന് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നോട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. തീരെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. The hospitals, comma, hostel, HOSTELS, hostel, comma, hotels, ഫസ്റ്റ് സെന്റൻസ് തന്നെ നമ്മുടെ പ്രിന്റഡ് നോട്ടില് ഇൻട്രൊഡക്ഷനിൽ നിന്ന് കേട്ടോ. ഇൻട്രൊഡക്ഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. The hospitals, hostels, hotel and hospice. Hospice, HOSPICE. Hospice are derived from Latin word dash. ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാ ഈ വേർഡ്സുകൾ? ഹോസ്പിറ്റല്, ഹോട്ടല്, ഹോസ്പസ്, HOSPES, ഹോസ്പസ്. വേർഡ് ഡാഷ്, ഹോസ്പസ്. ഓക്കെ, ഇത് എഴുതുമ്പോ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യനും പഠിച്ചു പോവുക കേട്ടോ. ഹോസ്പസ്, HOSPES. ഓക്കെ, ക്ലിയർ അല്ലേ? ഫിനിഷ് ആയില്ലേ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാം. വാട്ട് ഈസ് ദ മീനിങ്
What is the meaning? What is the meaning of the Latin word? What is the meaning of the Latin word hospes? H-O-S-P-E-S, hospes. What is the meaning of the Latin word hospes? നമ്മൾ 2 മീനിങ് എഴുതിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ കൂടെ 2 എണ്ണം കൂടി എഴുതിക്കോ. ഈ വേർഡ്സിന് ഒത്തിരി മീനിങ്സ് വരുന്നുണ്ട്. നിങ്ങൾ ഓപ്ഷൻസ് നോക്കി ആൻസർ എഴുതാം. എഴുതിക്കോ. ഗസ്റ്റ്, G-U-E-S-T, ഗസ്റ്റ്. ഞാനൊരു 4 മീനിങ് തരുവാ കേട്ടോ. ഗസ്റ്റ്, കോമ, വിസിറ്റർ. ഇതൊക്കെ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡ് മീനിങ് ആണ്. ഗസ്റ്റ്, കോമ, വിസിറ്റർ, കോമ, സ്ട്രേഞ്ചർ. ഇത് രണ്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗസ്റ്റ്, വിസിറ്റർ എന്ന് പറഞ്ഞ നൗൺ ആയിട്ട് അതിന്റെ മീനിങ് പറയുമ്പോഴാണ് ഗസ്റ്റ്, വിസിറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ നമ്മൾ അവിടെ അഡ്ജക്റ്റീവ്സിലേക്ക് വരുമ്പോൾ, സെന്റൻസ് അഡ്ജക്റ്റീവ്സിലേക്ക് ഇതാണെങ്കിൽ നമുക്ക് അവിടെ വേറെ 2 മീനിങ്ങും കൂടി വരും. അത് നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, ഗ്രാമർ ഇതൊന്നും ഇതാക്കണ്ട. നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാം കേട്ടോ. ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ്ങും വരുന്നുണ്ട്. സ്ട്രേഞ്ചർ, S-T-R-A-N-G-E-R, സ്ട്രേഞ്ചർ, കോമ, ഹോസ്റ്റ്, H-O-S-T. ഈ 4 മീനിങ്ങും നമുക്ക് ഈ ഏതാണ് ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആയിട്ട് എടുക്കാം. ഗസ്റ്റ് എടുക്കാം, വിസിറ്റർ എടുക്കാം, സ്ട്രേഞ്ചർ എടുക്കാം, ഹോസ്റ്റ്, H-O-S-T. ഗസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഹോസ്റ്റ് അല്ലെ, അതിഥിയും ആതിഥേയനും. അപ്പൊ അത് ആ 2 ഡിഫറൻസ് ഇങ്ങനെയാണ്. നൗൺസിൽ നമ്മൾ ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. എന്നാൽ അഡ്ജക്റ്റീവ്സിലേക്ക് വരുമ്പോൾ അവിടെ ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് സ്ട്രേഞ്ചർ, ഹോസ്റ്റ് എന്നുള്ള മീനിങ് ഒക്കെ വരും. അപ്പൊ നമ്മുടെ ആ പ്രിന്റഡ് നോട്ടിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഗസ്റ്റിന് അവിടെ ഇത് കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണോ അങ്ങനെയും പറയുന്നുണ്ട്. ഇതാണ് പ്രൊവൈഡ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ് ഓർ വിസിറ്റർ. ലോഡ്ജിങ് കൊടുക്കുന്നവര് അവരെയും നമ്മള് ഏതെന്ന് പറയാം, ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആയിട്ട് പറയാം. അപ്പൊ ഈ 4 മീനിങ്ങും ശരിയാണ്. ഗസ്റ്റ്, വിസിറ്റർ, സ്ട്രേഞ്ചർ, ഹോസ്റ്റ്. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് providing providing medical and surgical treatment for any ill or injury people. ഇൽ എന്ന് പറഞ്ഞ രോഗം എന്നുള്ള ILL, any ill or injured people. Dash are institution providing medical and surgical treatment for any ill or injured people. Hospitals. ഒന്ന് ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചില്ലേ? എഴുതുമ്പോ നിങ്ങൾ തന്നെ ഇനി ഇതിനു വേണ്ടി പ്രത്യേക സമയം കളയണ്ട. അതുകൊണ്ടാണ് ഞാൻ ഒരുവിധം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എഴുതാം. അപ്പോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എഴുതുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം കേട്ടോ. പഠിക്കാത്തവര് ഇപ്പൊ ഇതിന്റെ ഒപ്പം പഠിക്കാം, പഠിച്ചവര് ഒന്നോടെ റിവൈൻഡ് ചെയ്യുക. നമുക്ക് എത്രത്തോളം എഴുതാൻ പറ്റുന്നുണ്ട്, ആൻസേഴ്സ് കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Expand WHO. WHO. Expanded form ഏതാ? World Health Organization. World Health Organization. Okay, World Health Organization, ORGANIZATION, organization. World Health Organization. Next question. Early, ARLY, early medical treatment was early
The medical treatment was always recognized as recognized recognized as dash മാം ഒന്നുകൂടെ പറയൂ. Religious services. ARLY early medical treatment was always recognized as dash പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് Religious services. ഓക്കെ റിലീജിയസ് സർവീസസ് ആൻഡ് റിലീജിയസ് സെറമണീസ് ceremonies രണ്ട് എഴുതിക്കോ. recognized as religious services and ceremonies CEREMONIES religious services and ceremonies. നിങ്ങളുടെ പ്രിന്റഡ് നോട്ട് കയ്യിലുള്ളവരാണെങ്കിൽ നോട്ട് എടുത്ത് വെച്ച് എഴുതാം കേട്ടോ. സ്പെല്ലിംഗ് ഒന്നുകൂടെ മിസ്റ്റേക്ക്. പറയാം മാം. റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്. മാം ഒന്നുകൂടെ പറയൂ. ഏതാ ക്വസ്റ്റ്യൻ ആണോ? റിലീജിയസ് സർവീസ് and ceremonies. Early medical treatment was always recognized as religious services and ceremonies. Next question. Who act as physician in early era? Priest. Okay, very good. Okay. Who act as physician in early era? ആരാണ് ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത്? Okay, very good. Priest. ശ്യാമലയുടെ ഇത് മ്യൂട്ട് ആക്കുക കേട്ടോ. മാം ഒന്നും കൂടി പറയോ? ഇതെവിടെ പോയി? ഓക്കെ, നിങ്ങളിങ്ങനെ ഓരോ ക്വസ്റ്റ്യനെ ഒരുപാട് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ആ ക്വസ്റ്റ്യൻ തീർക്കണം. ഓക്കെ, ഒന്നോട് ശ്രദ്ധിച്ചിരിക്കുക. ഹു ആക്ട് ആസ് ഫിസിഷ്യൻ ഇൻ early era? ഹു ആക്ട് ആസ് ഫിസിഷ്യൻ ഇൻ early era? ഏതെങ്കിലും ഇനി നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാലോ. അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയെങ്കിൽ അവിടെ ലാസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. പ്രീസ്റ്റ്. നെക്സ്റ്റ് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where is the meeting place of priest in early era? Where is the meeting place of priest in early era? Hospitals or Temples or hospitals. Temples or hospitals. മാം Next ഒന്നുകൂടെ പറയൂ. question. Temples or hospitals. ഏതാണ്? Place. Where is the meeting place of priest in early era? ഇവിടെ meeting place എവിടെയായിരുന്നു എന്നാ ചോദിച്ചേക്കുന്നത്. Temples or hospitals. Next question എഴുതാം. Dash was the rule for the practice of doctors. Dash was the rule for the practice of doctors in Mesopotamian hospitals. പ്രാക്ടീസ് ചെയ്ത് ഏതാണ്? ഏത് സ്കോഡ്? Hammurabi's Code. HUMMURABIS Hammurabi's Code. Next, in Mesopotamian hospitals, ആൻസർ ഒന്നും കൂടി പറയോ? Hammurabi's Code അറിയില്ലേ? ഡോക്ടേഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച റൂൾ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. Hammurabi's Code. Next question.
In Mesopotamian hospitals, first recorded prescription came from dash. Sumer. Okay, very good. Sumer. First recorded prescription came from Sumer. Next question. In Greek hospitals, treatment was based on dash. In Greek hospitals, treatment was based on dash. Magic and religious. Magic, religious. Magic, religious rituals. Next question. Who is the father of medicine? Who is the father of medicine? Who is Hippocrates. the father of medicine? Hippocrates. Okay, very good. Hippocrates. Next one. Who was the first to make institutional care of the sick, SICK, of the sick and injured? Who was the first to make institutional care of the sick and injured? ആരാ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത്? റോമൻ. Next one. Which is the next question. Which is the first incorporated incorporated hospital? Which is the first incorporated hospital in America? ജിൻസിയുടെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കട്ടോ. ഒരാൾക്കോടെ മ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സ്റ്റുഡൻസ് ഇരിക്കുന്നതാണ്, അവർക്ക് ഡിസ്റ്റർബൻസ് ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കുക. ഇത് നമുക്ക് ക്ലാസ്സിന് ഫുള്ള് എന്താ പറയാ, അതൊരു ഡിസ്റ്റർബൻസ് ആവും. വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് in America? Which is അതാണല്ലേ പറയുന്നേ. Which is the first incorporated hospital in America? Just ആരാണ്? പെൻസിൽവാനിയ. പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. പെൻസിൽവാനിയ. പ്രിയ, ജിത, ഇവരൊക്കെ എന്താ പറയാ, നിങ്ങക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അവരൊന്നും മ്യൂട്ട് മാറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. എഴുതാൻ പറ്റുന്നില്ലേ? സാധാരണ ഒരു നോർമൽ സ്പീഡിലല്ലേ പോകുന്നേ? എഴുതാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. കട്ടായി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നേ. ആൻസർ ഞാൻ പറയണോ? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ? ഏതാ? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. അതല്ലേ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നേ. എത്രത്തോളം നമ്മൾ പഠിച്ചു എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടിയാണ് പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അത് എഴുതാനുണ്ടല്ലോ, ഏത് കൺട്രിയാന്ന് എഴുതണ്ടല്ലോ, അറിയാലോ. ഏതാ? ഫിലാഡൽഫിയ. കൺട്രി ഫിലാഡൽഫിയയിലാണ്. അത് ഇനിയിപ്പോ എഴുതണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. Who is the father of surgery? Next one. Who is the father of surgery? Who is the father of surgery? Sisruda. Okay, Sisruda. Father of surgery, Sisruda.
Sisruta. Next question. Who is the father of Ayurveda? Who is the father of Ayurveda? Father of Ayurveda. Charaka. Okay, very good. Charaka. Next question. What book did Charaka wrote? What book did Charaka wrote? W-R-O-T. Charaka എഴുതിയ book ഏതായിരുന്നു? Okay, very good. Charaka Samhita. Okay. Next question. Who wrote? W-R-O-T. Who wrote Sisruta Samhita? Who wrote Sisruta Samhita? Hello, Sisruta Samhita എഴുതിയത് text dissertation. Sisruta. ചോദിക്കാം. Sisruta Samhita written by dash എന്ന് ചോദിച്ചാലും Sisruta. ആൻസർ അത് തന്നെയല്ല വരുന്നത്. Okay, next one. Next question. The first hospital established by East India Company for civilians. East India Company for civilians in 1668. 1668 is at dash. മാം ഒന്നുകൂടെ പറയോ? At dash. Okay. The first hospital. Okay. Chennai. പഠിച്ചതാണല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണത്. The first hospital established by East India Company for civilians in 1668 is at dash. 1668 ഈസ്റ്റ് ഇന്ത്യ കമ്പനി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയോ? East India Company for civilians. Civiliansന് വേണ്ടിയിട്ട് established for civilians in 1668 is at എവിടെയായിരുന്നു? ചെന്നൈ. Okay, ചെന്നൈ തന്നെയാണ് കേട്ടോ. അത് 1664 ചെന്നൈയില് സോൾജേഴ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹോസ്പിറ്റല് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, ദ ഇയർ വർഷമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ദ ഇയർ YEAR. The year which first medical college established in Chennai. The first medical college established in Chennai. അവിടെ ഇയർ ആ ചോദിച്ചേക്കുന്നത്. 1850 ചെന്നൈയില്, 1840 മുംബൈയില്, 1830 കൽക്കട്ടയില്. The year which the first medical college established in Chennai, 1850. Okay. Next one. In which period മാം ആരോ മ്യൂട്ട് മാറ്റി. നിഷ മ്യൂട്ട് ആക്കട്ടാ. In which period Elma Eldos? In which period the Unani medicine
Rajiv. In which period the Unani medicine has been introduced? In which period the Unani medicine has introduced? ഏത് പീരീഡിലായിരുന്നു യുനാനി മെഡിസിൻ? അക്ബേഴ്സ് പീരീഡ്. അക്ബേഴ്സ് പീരീഡ്, അക്ബറിന്റെ കാലഘട്ടത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the father of Unani medicine? Who is the father of Unani medicine? ഹിപ്പോക്രാറ്റസ്. Okay, Hippocrates. Hippocrates. Father of Unani medicine. Okay. The last question. In which period military നമ്മൾ എഴുതിയിട്ടുണ്ടോ? അല്ലേ? ഇല്ല മാം. Okay. In which period military and the slave hospitals? In which period military and the slave hospitals existed? In which period the military and the slave hospitals existed? In which period? Roman hospital. Roman hospital. Period അല്ല ചോദിച്ചേക്കുന്നേ. അപ്പൊ അങ്ങനെ എഴുതാം. In which period? നിങ്ങൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, ഓപ്ഷൻസ് നോക്കാം. ഇൻ വിച്ച് പീരീഡ് എന്ന് അവിടെ ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് റോമൻ പീരീഡ് എന്ന് എഴുതാം കേട്ടോ. ഇനി റോമൻ ഹോസ്പിറ്റൽ എന്നുള്ളതാണെങ്കിൽ അത് എഴുതാം. നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഇൻ വിച്ച് പീരീഡ് മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റഡ്. ഓക്കെ, അങ്ങനെ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 ചാപ്റ്റർ കഴിഞ്ഞു. 2 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ചെറിയ ചാപ്റ്റർ ആയിരുന്നു. ഇൻട്രൊഡക്ഷൻ ഓൺലി 1 പേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടും നമ്മളൊരു ബേസിക് ആയിട്ട് ഹോസ്പിറ്റലിന്റെ ഒരു ഹിസ്റ്ററി ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ഇനി വരുന്നത് ചാപ്റ്റർ 18 ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ പ്രിന്റ് നോട്ടിൽ കിടക്കുന്നത്. അതാണ് നിങ്ങളോട് പറഞ്ഞത്. അതിന്റെ ചാപ്റ്റേഴ്സിന്റെ നിങ്ങൾ പേര് നോക്കാട്ടോ. ബ്ലഡ് ബാങ്ക് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 2 ക്വസ്റ്റ്യൻ മിസ്സായി മാം. ഇവിടെ പവർ കട്ട് ആയപ്പോ എനിക്കത് കേൾക്കാൻ പറ്റില്ല. 15th and 16th ഒന്ന് പറയാവോ? അത് നിങ്ങള് ജസ്റ്റ് നിങ്ങളൊന്ന് ഇത് കഴിയുമ്പോ ഒന്ന് ഷെയർ ചെയ്താലും മതി. ഇപ്പൊ അത് എന്താ പറയാ, നിങ്ങൾക്ക് ഒന്ന് എഴുതാലോ. ഇനിയിപ്പോ ഞാനത് വീണ്ടും പറയുന്നില്ല. ഇപ്പൊ 12:35 ആയി നമ്മുടെ ടൈം. അപ്പൊ നിങ്ങളൊന്ന് നോക്കാം. നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഒരുവിധം നിങ്ങൾക്ക് ആൻസർ പോയാൽ മതി. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരണോ? ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഒന്ന് പഠിച്ചോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ഇപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടാവും. ഏകദേശം ഒരു 22 23 അത്ര എഴുതിയിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിന് ബേസ് ചെയ്ത് ഒരുവിധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ തന്നത്. ഇത് നോക്കുക. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പ്രിന്റ് നോട്ടും എക്സാമിന് വായിക്കുക. ഇത് മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോകരുത്. അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ ഇതും വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി നോക്കുക. ഇത്രേ ഉള്ളൂ കാര്യം. ആരും ടെൻഷൻ അടിക്കോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ആണ്. ഓരോ ചാപ്റ്റർ നമ്മൾ റെഗുലർ ആയിട്ട് തന്നെ പഠിച്ചു പോകുക. ഈ ലാസ്റ്റത്തേക്ക് പെൻഡിങ്ങിൽ വെക്കരുത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ പറയാ, നമ്മുടെ സമയം കുറച്ച് വേസ്റ്റ് ആവും. എന്നാലും നിങ്ങൾ മാക്സിമം പഠിക്കുക. അതാണ് നമ്മുടെ ഒരു ഉദ്ദേശമല്ലോ. വെറുതെ ക്ലാസ് മാത്രം എടുത്തിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് 1 വേർഡ്സ് ക്വസ്റ്റ്യൻ തന്നെന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ മതിയോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ഇനിയിപ്പോ ഞാൻ എന്തായാലും അടുത്ത ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ പുതിയ ചാപ്റ്റർ പുതിയത് ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങാം.
ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഇന്ന് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് അപ്പോ എക്സാമിന് പിന്നെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റും. നമ്മുടെ ചാപ്റ്റേഴ്സ് ആ ഒരു കാര്യത്തിൽ ഞാൻ നിർബന്ധമാണ്, നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ എന്താ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നു തന്നെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താ, ആ ചാപ്റ്റേഴ്സ് പെൻഡിങ് ഇടാതെ നമ്മൾ അത് അങ്ങനെ ഒന്ന് നമ്മളൊന്ന് ഫോളോ എന്താ റെഗുലർ ആയിട്ട് പഠിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് അത് പഠിക്കാനും ഇഷ്ടമായിരിക്കും അല്ലെ? അങ്ങനെയല്ലേ, നമ്മളത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി, ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും അടുത്തത് നിങ്ങൾക്ക് പഠിക്കാൻ അതേ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ പെൻഡിങ് ഇട്ട് പോകരുത്. പെൻഡിങ് ആയി വരുമ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അത് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത പ്രിന്റ് എടുത്തോട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ബാങ്ക് ആണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നാ ക്ലാസ് ഞാൻ എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. കൊടുത്തേക്ക് അവർക്ക്. ഓക്കെ, താങ്ക് യു. ആരെങ്കിലും എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു തരുമോ? ഹലോ ഹലോ, ആ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു തരാമോ? ഏതാ കിട്ടത്തെ? ഹലോ Where is the meeting place? Where is the meeting place of the priest in the early era? Question എഴുതിയായിരുന്നോ? ദിവ്യാണോ? ദിവ്യക്കാണോ വേണ്ടത്? 8th one. ദിവ്യ മിസ്സേ എട്ടാമത്തെ ക്വസ്റ്റ്യൻ. Dash was the rule for the of the practice doctors in Mesopotamian hospitals. Dash was the rule for the practice of doctors in Mesopotamian hospitals. Okay. താങ്ക് യു. ഹ്യൂമറാബിസ് കോഡ് അറിയാലോ, ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന നിയമം, ആ റൂളാണ് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് പരസ്പരം ഒന്ന് ഓക്കെ ഷെയർ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.